നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം വളരെ നിർണായകമായ മാറ്റങ്ങളാണ് ലോകത്തിലുണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ചൈനയുടെ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ചൈനയ്ക്ക് ഇത് ചെയ്യുന്നതിലൂടെ രണ്ട് നേട്ടങ്ങളാണുള്ളത്. ഒന്ന്, വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ധനങ്ങൾ ലഭ്യമാകുന്നതിന് ഇത് കാരണമാകും. ഷാഡോ ഫ്ലീറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് GPS ഓഫ് ചെയ്തിട്ടുകൊണ്ട് കപ്പലുകൾ നിരന്തരം ചൈനയിലേക്ക്, ഇറാനിൽ നിന്ന് കപ്പലുകൾ നിരന്തരം ചൈനയിലേക്ക് പായുന്നുണ്ട്. ഈ കപ്പലുകൾ വഴി ചൈനയ്ക്ക് വലിയ രീതിയിൽ ഇന്ധനങ്ങൾ കുറഞ്ഞ ചിലവിൽ ഈ സമയത്ത്, യുദ്ധത്തിൻ്റെ സമയത്ത് ലഭ്യമാകുന്നതോടെ ചൈനയുടെ ഊർജ്ജ സുരക്ഷയിൽ വലിയ പങ്കാണ് ഈ യുദ്ധം വഹിക്കുന്നത്. അങ്ങനെ ചൈന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ യുദ്ധത്തിലൂടെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ യുദ്ധം എത്രയധികം നാൾ നീണ്ടു നിൽക്കുമോ അത് ചൈനയെ സംബന്ധിച്ച് വലിയ ഗുണകരമായ കാര്യമാണ്. കാരണം അമേരിക്കയുടെ ആയുധ ശേഖരം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ടോമാഹോക്ക് മിസൈലുകളാണ്, ആയിരക്കണക്കിന് ടോമാഹോക്ക് മിസൈലുകളാണ് ഈ യുദ്ധത്തിനിടയിൽ അമേരിക്ക ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ പാട്രിയറ്റ്, സ്റ്റാൻഡേർഡ്, ഇൻ്റർസെപ്റ്ററുകളൊക്കെയും അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിലൂടെ വലിയ രീതിയിലുള്ള ആയുധ ശോഷണമാണ് അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഒരു ശക്തിയെ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ചൈന സൗത്ത് ചൈന സീയിൽ നടത്തുന്ന ചില നിർണായകമായ നീക്കങ്ങൾ, ജപ്പാന് നേരെ നടത്തുന്ന നീക്കങ്ങൾ, ഫിലിപ്പൈൻസിന് നേരെ നടത്തുന്ന നീക്കങ്ങൾ, ഇതിലൊക്കെയും ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള മേൽക്കൈ ഇത് നേടിക്കൊടുക്കും. കാരണം അമേരിക്കയോടുള്ളൊരു ഭയം ചൈനയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഭയത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ ചൈനയെ ഒരു പരിധിവരെ ഈ ഭയത്തെ അതിജീവിക്കുവാനായിട്ടും നിർണായകമായ നീക്കങ്ങൾ ഇവിടെ നടത്തുവാനായിട്ടും ചൈനയെ സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തായ്വാനിലേക്ക് ചൈന നടത്തുന്ന ഓപ്പറേഷൻസിനെ ഇത് വളരെയധികം സഹായിക്കും. പക്ഷേ ചൈനയ്ക്ക് അങ്ങനെ കണ്ട് ആശ്വസിക്കാൻ വരട്ടെ. ഇന്ത്യ ഈ നിർണായകമായ ഘട്ടത്തിൽ ഇടപെടും എന്നുള്ള കാര്യം ആണ് അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്ത്യയും അമേരിക്കയും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ, ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന മുന്നണി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വെല്ലുവിളിയെ അവസാനിക്കുവാൻ സാധിക്കും. ഇന്ത്യയുടെ ആയുധശേഖരം 10 മടങ്ങ് കൂടിയ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഒരു വെല്ലുവിളിയായി തന്നെ ഇന്ത്യ നിൽക്കുന്നുണ്ട്. ചൈന ഇതിനോടകം തന്നെ ദോക്ലാമിലും ചുംബി വാലിയിലും ഒക്കെ നടത്തിയ നീക്കങ്ങളെ ഫലപ്രദമായിട്ട് എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ ശക്തനായ ഒരു ഭരണാധികാരിയും കൂടെ ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ സൈന്യത്തിന് വലിയ ധൈര്യമാണ് ചൈനയെ നേരിടാനുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഭയം അമേരിക്കയിൽ നിന്ന് മോചിതമായാലും തിരിച്ച് ഭാരതത്തിൽ നിന്ന് മോചിതമാകുവാനേ കഴിയില്ല. കാരണം ഭാരതം ഒരു ഭാഗത്ത് മല പോലെ നിൽക്കുന്നിടത്തോളം കാലം ചൈനയുടെ നീക്കങ്ങളൊന്നും തന്നെ ഫലപ്രാപ്തി അടയുവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഫലപ്രാപ്തി അടയണമെങ്കിൽ ഭാരതം മാറി നിൽക്കണം. ഇനി ഭാരതം മാറി നിൽക്കുവാനുള്ള ഒരു സാധ്യതയുമില്ല. 1950കളിലൊക്കെ ചൈന നടത്തിയ നീക്കങ്ങൾ പല രാജ്യങ്ങളെയും അട്ടിമറിക്കുവാൻ, അതിൽ പ്രധാനമായിട്ടും 1950കളിൽ ചൈന ടിബറ്റിന് നേരെ നടത്തിയ നീക്കങ്ങൾ, അന്ന് മൗനമായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വം പോലെ അല്ല ഭാരതത്തിന് ഇപ്പോഴുള്ള നേതൃത്വം. ഇപ്പോഴുള്ള നേതൃത്വം നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. ഒരു കാലഘട്ടത്തിൽ ബോർഡർ റോഡുകൾ പരിഷ്കരിക്കാതെ, അതിൽ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാതെ, അതിൽ കാര്യമായ പരിവർത്തനം നടത്താതെ, റോഡുകൾ നിർമ്മിക്കാതെ പോലും ഇട്ടിരുന്ന ഒരു കാലമല്ല ഇന്നുള്ളത്. ബോർഡർ റോഡുകൾ പരിഷ്കരിക്കുകയും അതിൽ നിർണായകമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളിൽ താൽക്കാലികമായിട്ട് വിമാനങ്ങൾ ഇറങ്ങുവാനുള്ള സൗകര്യം പോലും ലഭ്യമാകുന്ന തരത്തിൽ ഈ റോഡുകളെ പരിഷ്കരിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞു. ബോർഡർ റോഡുകൾ പരിഷ്കരിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞു. അവിടെയുള്ള ജനതയ്ക്ക് വലിയ ഉറപ്പുകൾ കൊടുക്കുവാൻ, നിങ്ങളോടൊപ്പം ഭാരതമുണ്ട് എന്ന തരത്തിലുള്ള ഉറപ്പുകൾ കൊടുക്കുവാനായിട്ട് ഭാരതത്തിൻ്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബോർഡർ മേഖലയിലുമൊക്കെ ഭാരതം വരുത്തിയത്. ഇതൊക്കെയും ചൈനയ്ക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഭാരതം തീർത്തത്. എന്നാൽ ഭാരതത്തിൻ്റെ ഒരു 10 വർഷത്തെ പിറകിലോട്ടുള്ള ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ചൈനയെ ഭയന്നുകൊണ്ട് ഭാരതം മാളത്തിൽ ഒളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ
അങ്ങനെയല്ല അവസ്ഥ. അതുകൊണ്ടൊക്കെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു വലിയ വെല്ലുവിളിയായി തന്നെ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അമേരിക്ക ഒന്ന് താഴോട്ട് പോയാൽ തീർച്ചയായിട്ടും ടൊമാഹോക്ക് പോലുള്ള മിസൈലും പാട്രിയോട്ടും സ്റ്റാൻഡേർഡും ഇൻ്റർസെപ്റ്ററും അടക്കുന്ന വലിയ ആയുധശേഖരത്തിൽ കാര്യമായ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ച് വീണ്ടും റീഫില്ല് ചെയ്യുന്നതിന് ഏകദേശം 6 വർഷത്തോളം എടുക്കും. ട്രംപ് തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ അവരുടെ ആയുധ നിർമ്മാണ കമ്പനികളുമായി സംസാരിച്ചിട്ടുണ്ട് എത്രയും വേഗം പുതിയ ആയുധങ്ങൾ നിർമ്മിക്കണമെന്ന്. പക്ഷേ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് അതിൻ്റേതായ കാലതാമസമെടുക്കും. കരോളിൻ ലെവിറ്റ് ഈ വിവരങ്ങളെയൊന്നും അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ ഇത് വാസ്തവമാണ്. അമേരിക്കയുടെ ആയുധശേഖരം താരതമ്യേന വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ജപ്പാൻ, ഫിലിപ്പൈൻസ്, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ ഇതിനെ ആദ്യഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു എങ്കിലും ഇന്ത്യയുമായി ചില നിർണായകമായ ചർച്ചകൾ ഇതിനോടകം തന്നെ അവർ നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 2 മാസത്തോളം കാലം നടത്തിയ യുദ്ധത്തിലൂടെ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളികളാണ് മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജപ്പാനും ഫിലിപ്പീൻസിനും സൗത്ത് കൊറിയയ്ക്കും അടങ്ങുന്ന രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ചൈന ഏതൊക്കെ രീതിയിലുള്ള വലിയ വെല്ലുവിളികൾ ഉയർത്തിയാലും അതിനെയൊക്കെ തകിടം മറിക്കുവാനായിട്ട് ഭാരതത്തിന് കഴിയും. ഇതിനോടകം തന്നെ ഭാരതത്തിന് നേരെ എത്രയധികം വെല്ലുവിളികളാണ് ചൈന ഉയർത്തിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അട്ടിമറിയിലൂടെ ഈ സംസ്ഥാനങ്ങളെ വിഭജിക്കുവാനും ഈ സംസ്ഥാനങ്ങളെ ചൈനയുടെ ഭാഗമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനു വേണ്ടിയിട്ട് മുഹമ്മദ് യൂനസിനെ ചാക്കിട്ട് പിടിച്ചു ബംഗ്ലാദേശിൽ. ഈ മുഹമ്മദ് യൂനസ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മാപ്പ്, ഭൂപടമൊക്കെ നിർമ്മിക്കുകയും പിന്നീട് പാകിസ്ഥാനിലേക്ക് ഇതുമായി ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുകയും തുർക്കിയിലേക്കും ചൈനയിലുമൊക്കെ ഇയാൾ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി അവിടെ വിജയിച്ചിരുന്നു എങ്കിൽ ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ ഏറ്റവും അധികം തുറന്നു വയ്ക്കുന്നത് മുഹമ്മദ് യൂനസിൻ്റെ ബംഗ്ലാദേശ് ആയിരുന്നു തന്നെ. പക്ഷേ നിർണായകമായ ആ വിഷയത്തിൽ ബംഗ്ലാദേശ് അടിമുടി പരാജയപ്പെടുന്നു. മുഹമ്മദ് യൂനസിൻ്റെ ജമാഅത്തെ ഇസ്ലാമി അടിമുടി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ് അവിടെ ബംഗ്ലാദേശിൽ വിജയിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ വലിയ പിന്നോട്ടടിയാണ് മേഖല നേരിട്ടത്. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കിയൊക്കെ ഈ മേഖലയിൽ നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് വലിയ രീതിയിലുള്ള തുരങ്കം വയ്ക്കുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന് അതിൻ്റെ ആ ഒരു കെൽപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ശത്രു സൈന്യത്തെ ആട്ടി ഓടിക്കുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബോർഡർ റോഡുകൾ പരിഷ്കരിക്കുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഓരോ റോഡുകളും പരിഷ്കരിക്കുവാൻ കഴിഞ്ഞതും അവർക്ക് നിർണായകമായ രീതിയിൽ ചിക്കൻ നെക്ക് കോറിഡോറിൽ അടക്കം ഭാരതത്തിൻ്റെ സൈനിക താവളങ്ങൾ, സൈനിക സുരക്ഷ വലയത്തിന് കീഴിൽ ഈ മേഖലയെ കൊണ്ടുവന്നതുമൊക്കെ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് മേഖലയിൽ ഉയർത്തിവിട്ടത്. അതൊക്കെ കൊണ്ട് തന്നെ ജപ്പാൻ, ഫിലിപ്പീൻസ്, സൗത്ത് കൊറിയ, അതോടൊപ്പം തന്നെ തായ്വാൻ മേഖലയിലേക്ക് ചൈനയ്ക്ക് ഈ നീക്കങ്ങളൊക്കെ നടത്തുവാനായിട്ട് കഴിയുകയില്ല. അതായത് 1000-ലധികം ടൊമാഹോക്ക് മിസൈലുകൾ നഷ്ടപ്പെട്ടാലും പാട്രിയോട്ട് നഷ്ടപ്പെട്ടാലും ഒന്നും അമേരിക്കയ്ക്ക് എന്തൊക്കെ കോട്ടങ്ങൾ വന്നാലും ആ കോട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഈ മേഖലയെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ജപ്പാനിൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സഹായം ഇതിന് ഭാരതത്തിന് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇവർ നടത്തുന്ന മറ്റൊരു നീക്കമുണ്ട്. ലോക ഭീകരവാദികൾക്ക് നേരെ നടത്തുന്ന നിരന്തരമായ യുദ്ധം. ഈ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലാണെങ്കിലും അതിന് ഭാരതവും ഒപ്പം ചേരുന്നു എന്നുള്ളതാണ്. ഭാരതം ഒപ്പം ചേരുന്നു എന്നല്ല, ഭാരതമാണ് ഇതിന് നിർണായകമായ നേതൃത്വം നൽകുന്നത്. ഇസ്രായേലും ഇന്ത്യയും അടങ്ങുന്ന ഒരു സഖ്യം, അതോടൊപ്പം തന്നെ അമേരിക്കയും കൂടെ ചേരുമ്പോൾ, ജപ്പാനും കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് ഭാരതത്തിന് കുതിച്ചു കയറാൻ കഴിയും. ഒപ്പം ചൈന നടത്തുന്ന ഈ പോരുകളെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പോരിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് മേഖലയ്ക്ക് കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാനും കഴിയുമെന്നുള്ളതാണ്. ഭയപ്പെടേണ്ട ഒരു സാധ്യതയുമില്ല. സഖ്യസാധ്യകൾ ഒരു പുനർസൃഷ്ടിക്കുന്ന ഒരു യുദ്ധം തന്നെ ആയിരിക്കും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം എങ്കിലും അവിടെ കാര്യമായ രീതിയിലുള്ള സുരക്ഷാ തകരാറുകൾ ഉണ്ടാകാതെ നോക്കുവാനായിട്ട് പുതിയ സഖ്യങ്ങൾക്ക് സാധിക്കുമെന്നതാണ്. അതിൽ ഏറ്റവും നിർണായകമായി സ്വാധീനം ചെലുത്തുന്നത് ഭാരതം തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.